ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം 34 വാക്യം നമുക്ക് വായിക്കാം. വിശുദ്ധ ലൂക്കോസ് 21:34. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്
ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് കർത്താവ് മുൻകൂട്ടി അരുളപ്പാട് തരികയാണ്. യേശുക്രിസ്തു രണ്ടാമത്തെ വരവിൻ്റെ ദിവസം എങ്ങനെയെന്ന് ഓരോരുത്തരും ചിന്തിച്ച് തങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് കർത്താവ് പറയുകയാണ്. നിങ്ങൾക്ക് ആ ദിവസം കെണിയായി തീരരുതെന്ന് കർത്താവ് പറയുന്നു. ആ ദിവസം നിങ്ങൾക്ക് കെണിയായി ഭവിക്കാതിരിക്കാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്, അത് ചിലർക്ക് ഭീകരമായൊരു ദിനമായിരിക്കും. ഏറ്റവും ഭയാനകമായ നിരാശയുടെ ദിനമായിരിക്കും. എന്നാൽ അപൂർവം ചിലർക്ക് അത് മഹാസന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ദിനമായിരിക്കും. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും, നിങ്ങളുടെ ഹൃദയം മദ്യപാനത്താലും അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. 3 കാര്യങ്ങളാണ് ഇവിടെ കർത്താവ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും. അതിഭക്ഷണം, അമിതമായ ഭക്ഷണം, അത് പാപമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുക. ഭക്ഷണമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന നിലയിൽ ജീവിക്കുക. ഭക്ഷണം എത്ര കിട്ടിയാലും മതിയാവുകയില്ല. എത്രയും രുചികരമായ ഭക്ഷണം വേണമെന്ന് നിർബന്ധം. ഭക്ഷണത്തോടുള്ളതായ കൊതി, അതൊരു പാപമാണെന്ന് പലപ്പോഴും നാം അറിയാറില്ല. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും, ധാരാളം ഭക്ഷിക്കുന്നുള്ളതല്ല, രുചികരമായ ഭക്ഷണം, ഏറ്റവും വിലയേറിയ ഭക്ഷണം കഴിക്കണമെന്നുള്ളതായ ആഗ്രഹം, അതിഭക്ഷണത്താൽ നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടരുത്. നല്ല ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള പരാതി വരരുത്. നല്ല ഭക്ഷണം കിട്ടുന്നില്ല അമിതമായ സന്തോഷം വരരുത്. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്, ഉപജീവന ചിന്തകൾ, മദ്യപാനം, ഇന്ന് അനേകം ആളുകൾ അതിഭക്ഷണം മാത്രമല്ല മദ്യപാനം എന്ന മഹാവിപത്തിൽപ്പെട്ട് കിടക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു വലിയ കെടുതി മദ്യപാനമാണ്. ആൽക്കഹോളിക്, ഈ മദ്യത്തിനുള്ളതായ ആസക്തി, മദ്യത്തോടുള്ളതായ അമിതമായ ആസക്തി, മദ്യത്തിന് വേണ്ടിയുള്ളതായ ആർത്തി, അത് ഇന്ന് കൊച്ചു കുട്ടികളിൽ പോലും വളർന്നു വരികയാണ്. യൗവനക്കാരിന്ന് അനേകർ മദ്യത്തിൻ്റെ അടിമകളായി തീർന്നിരിക്കുന്നു. മദ്യം രുചി നോക്കാത്തവരിന്ന് ചുരുക്കമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം ആളുകൾ മദ്യത്തിൻ്റെ അടിമകളായി തീർന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എനിക്കറിയാം, ഇവിടെ നമ്മുടെ ഈ പ്രാർത്ഥനാ യോഗത്തിന് വരുന്ന കുറേയേറെ ആളുകൾ ബാല്യം മുതലേ മദ്യം ഉപയോഗിക്കാത്തവരുണ്ട്, മദ്യം തൊട്ടിട്ടില്ലാത്തവരുണ്ട്, മദ്യം രുചി നോക്കാത്തവരുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നു, വലിയൊരു മഹാഭാഗ്യം. മദ്യത്തോട് യാതൊരു താല്പര്യമില്ലാത്ത ആളുകൾ, ചെറുപ്പം മുതലേ മദ്യത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളുകൾ, രുചി നോക്കാൻ തോന്നിയിട്ടില്ലാത്ത ആളുകൾ, നല്ലതാണ്. അങ്ങനെയുള്ളവർക്കും വേണം വാസ്തവത്തിൽ ഒരു ജീവിതത്തിൽ ചില നിഷ്ഠകൾ. മദ്യം തൊട്ടിട്ടില്ല, പക്ഷേ മറ്റു ചില കാര്യങ്ങളിൽ വീണവരായിരിക്കും, മറ്റു ചില പാപങ്ങളിൽ കുടുങ്ങിയവരായിരിക്കും. മദ്യപാനം, നിങ്ങളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർ ദയവായി ഒന്ന് ചിന്തിക്കൂ. മദ്യപാനത്തിൻ്റെ കെടുതിയിൽ വീണവരാരെല്ലാം ഉണ്ട്. അനേകർ ഇന്ന് മദ്യപാനം കൊണ്ട് കുടുംബം മുടിയുന്നു എന്നറിയുന്നില്ല. കുടുംബത്തിലെ ഭാര്യയും മക്കളും തകരുന്നു, നശിക്കുന്നറിയുന്നില്ല. സമാധാനമില്ലാതെ ഭാര്യയും മക്കളും കഴിയുന്നറിയുന്നില്ല. മക്കൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. അപ്പൻ മദ്യപിച്ച് എപ്പോഴാണ് വരുന്നത് അറിയാൻ പാടില്ല. മദ്യപിച്ച് വന്നാൽ കൂത്താടി എന്തോ ചില അഴുക്കായ കാര്യങ്ങൾ പറഞ്ഞോ ചെയ്തോ കുടുംബം മുടിക്കുന്നത് അത് അപകടകരമാണ് എന്ന് ആരും ചിന്തിക്കുന്നില്ല. മക്കൾ നാനാവിധമായി പോകുന്നു, അവർ ലക്ക് കിട്ടു പോകുന്നു, മക്കളെ കഠിനമായി ഉപദ്രവിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ പറഞ്ഞു, സാറേ, ഞാൻ ക്രൂരനായി പോയത് എൻ്റെ ചെറുപ്പത്തിൽ വന്ന് എനിക്ക് നേരിട്ടതായ ചില കാര്യങ്ങൾ കൊണ്ടാണ്. ഞാൻ ക്രൂരനായിപ്പോയി, എനിക്ക് ആരെയും ഉപദ്രവിക്കാൻ മടിയില്ലാതായി, എൻ്റെ ഹൃദയം കടുത്തുപോയി, ഞാൻ കഠിന ഹൃദയനായിപ്പോയി, എനിക്ക് ആരെക്കുറിച്ചൊരു വിലയില്ലാതായി, അപ്പനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ അല്ല, എൻ്റെ ജീവിതത്തിലാകെ എനിക്ക് ആരെക്കുറിച്ചും ഒരു ബഹുമാനവും ഒരു സ്നേഹവും ഇല്ലാതായി. എൻ്റെ ഹൃദയം കല്ലിച്ചു പോയി സാറേ. അദ്ദേഹം പറഞ്ഞതാണ്, ഹൃദയം കല്ലിച്ചു പോയി. ചോര കാണാനൊന്നും എനിക്ക് പേടിയില്ല, ആരെയും ഉപദ്രവിക്കാൻ എനിക്ക് മടിയില്ല, കാരണം എൻ്റെ ഹൃദയം കല്ലിച്ചു പോയി. മദ്യപാനാസക്തി കൊണ്ട്, മദ്യപാനം കൊണ്ട് കൂത്താടി വരുന്ന അപ്പൻ്റെ വിക്രിയകൾ കണ്ട് ആ ചെറുപ്പക്കാരൻ തകർന്നുപോയി. അവൻ്റെ ഹൃദയം കല്ലിച്ചുപോയി. അവൻ്റെ അമ്മ തല്ലുകൊണ്ട് വേദനിച്ച് പെടയുന്നത് അവൻ കണ്ടു. അമ്മയെ രക്ഷിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവൻ നിസ്സഹായനാണ്. അവനെ തല്ലിക്കൊല്ലും അവനറിയാം. ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മ നല്ലതല്ലേ? പ്രാർത്ഥനായോഗങ്ങൾ നല്ലതല്ലേ? വചനം നല്ലതല്ലേ? സ്വഭാവം മാറുന്നില്ലേ?
ദൈവത്തിന് സ്തോത്രം. മദ്യത്തിൻ്റെ ഭയങ്കരമായ വിപത്തിൽപ്പെട്ട് ഉഴലിൽ നിന്ന് എത്രയോ പേര് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ആരെല്ലാം മദ്യത്തിന് അടിമകളായി ഇരിക്കുന്നുണ്ട്? മദ്യത്തിൻ്റെ വിപത്ത് കൊണ്ട് കേഴുന്ന സ്ത്രീകൾ എത്ര പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്? ഭർത്താവിൻ്റെ മദ്യപാനം കൊണ്ട് ഉള്ളുരുകി കഴിയുന്ന എത്രയോ പേര് ഇത് വാക്കുകളെ കേൾക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. തുടരുത് പ്രിയപ്പെട്ടവരെ, രുചിക്കരുത്. മദ്യം തുടരുത്, മദ്യം രുചിക്കരുത്. അകന്നു മാറിക്കൊള്ളുക. അത് വിഷമാണ്. വിഷം നിങ്ങൾ തുടരുത്. അത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ തലമുറയെ ബാധിക്കും. നിങ്ങളുടെ രക്തഘടനയെ മാറ്റുന്നതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ അത് ബാധിക്കും. കുഞ്ഞുങ്ങളിലേക്ക് അത് ആ വിഷം സംക്രമിക്കും. കുഞ്ഞുങ്ങൾക്ക് ദോഷമായി തീരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാൽ ഭാരപ്പെട്ടിട്ട് അനേകർ ഉപജീവന ചിന്തകളാൽ ഭാരപ്പെട്ടിരിക്കുന്നു. ഉപജീവന ചിന്തകൾ. എങ്ങനെ ജീവിക്കും? എങ്ങനെ മുന്നോട്ട് പോകും? ഉപജീവന ചിന്തകൾ, ആകുല ചിന്തകൾ, മനസ്സിൽ ആവലാതിയുള്ള ചിന്തകൾ. എങ്ങനെ മുന്നോട്ട് പോകും? അനേകം ചിന്താകുലങ്ങളിൽ മനസ്സ് വേദനിച്ച് പൊളഞ്ഞ് വലയുന്ന അത്രയോ ആളുകളാണ് ഈ വാക്കുകളെ കേൾക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ചിന്താകുലങ്ങൾ നോക്കിയാൽ പാവമാണ് തോന്നുകയില്ല. ചിന്താകുലം പാവമാണ് തോന്നുകയില്ല. മദ്യപാനമില്ല, അരുതാത്ത ജീവിതമില്ല, കൊള്ളരുതാത്ത പ്രവൃത്തിയില്ല, അശുദ്ധമായ ബന്ധങ്ങളില്ല, അഴുക്കായ ജീവിതചര്യകളില്ല. എന്നാൽ ജീവിതത്തിൽ ആകുല ചിന്തകൾ, നിറയെ ആകുല ചിന്തകൾ. എപ്പോഴും മനസ്സിങ്ങനെ ചിന്താകുലപ്പെട്ടിരിക്കുന്നു. കർത്താവ് മാർത്തയെക്കുറിച്ച് പറഞ്ഞതുപോലെ, മാർത്തയെ മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്ന അനേകം ആളുകൾ. എന്തെല്ലാമോ ചിന്തകളാണ്. ഉറങ്ങാൻ കിടന്നാലും ഈ ചിന്തകളാണ്. അതുകൊണ്ട് ഉറക്കത്തിൽ പേടിച്ച് ഞരങ്ങുന്നു, ഉറക്കത്തിൽ പേടിച്ച് കരയുന്നു, ഉറക്കത്തിൽ ആരോ എടുത്ത് എറിയുന്നത് പോലെ കിടക്കയിൽ നിന്ന് എടുത്ത് എറിയുന്ന അനുഭവം ഉണ്ടാകുന്നു. മനസ്സ് അസ്വസ്ഥമാണ്, മനസ്സാകെ കലങ്ങിയിരിക്കുന്നു. ആകുല ചിന്തകൾ. സ്നേഹിതരെ, ഇത് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞാൻ ഓർക്കുകയാണ്, ഒരു കാലത്ത് ഞാൻ എത്ര ആകുല ചിന്തകളുള്ളവനായിരുന്നു. എൻ്റെ അപ്പൻ എനിക്ക് 1 വയസ്സിൽ മരിച്ചു. അതിനുശേഷം എത്ര ആകുല ചിന്തകളാണ് ഞാൻ പേറിക്കൊണ്ടിരുന്നത്. എൻ്റെ തല മുഴുവനും ആകുല ചിന്തകളായിരുന്നു. എൻ്റെ തല മുഴുവനും ആവലാധികളായിരുന്നു. എൻ്റെ തല മുഴുവനും നിരാശയായിരുന്നു. എൻ്റെ തലച്ചോറ് മുഴുവനും ആകുല ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. മനസ്സ് വാടിയിരുന്നു, മനസ്സ് മ്ലാനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആകുല ചിന്തകൾ വേണ്ട വേണ്ടാന്ന് വിചാരിച്ചാൽ ആകുല ചിന്തകൾ ഇങ്ങനെ തിരക്കി വരികയാണ്. അയ്യോ, എന്തിനാ ഈ ചിന്തകൾ എന്നൊക്കെ തോന്നും. എന്തിനീ ചിന്തകൾ? പക്ഷേ എനിക്കിന്ന് മാറ്റാൻ പറ്റുന്നില്ല. എനിക്ക് ഞാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല. ചിന്തകൾ തിരിക്കാൻ ഞാൻ നോക്കി, എൻ്റെ ബുദ്ധി കൊണ്ട് നോക്കി, ചിന്തകൾ മാറ്റാനായിട്ട് നോക്കി. ആകുല ചിന്തകളാണ്. വേറെ ആരെക്കുറിച്ചുമല്ല, എൻ്റെ സ്വന്തം ജീവിതത്തിലെ ആകുല ചിന്തകൾ. എങ്ങനെ മുന്നോട്ട് പോകും? ജീവിതം വഴിമുട്ടിപ്പോയ കാര്യങ്ങൾ, ഞാൻ ആവലാതി കൊണ്ട് വിഷമിച്ച കാര്യങ്ങൾ, ഞാൻ മനസ്സ് നൊന്ത് കരഞ്ഞ കാര്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ആകുല ചിന്തകൾ കൊണ്ട് ഈ തല മുഴുവൻ നിറഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവായ യേശുവിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടപ്പോൾ ആകുല ചിന്തകളെല്ലാം പാടെ മാറി. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടപ്പോഴേക്കും എല്ലാ ആകുല ചിന്തകളും മാറി. കാരണം ആകുല ചിന്തകളെല്ലാം ഏറ്റെടുക്കാൻ ഒരാൾ എടുത്തുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴപ്പോൾ തന്നെ ഈ ആകുല ചിന്തകൾ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു, യേശുവിൻ്റെ ചുമലിലേക്ക് ഇട്ടുകൊടുത്തു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്നൊരു വചനം വേദപുസ്തകത്തിലുള്ളത് ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ആശ്വാസമായി. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞങ്ങളുടെ ഇടവ പള്ളിയിൽ ആ ദൈവദാസൻ പ്രസംഗിച്ചു. അനുഗ്രഹീയമായ വാക്കാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. വേദപുസ്തകം ഞാൻ വായിക്കാറുണ്ട്, പക്ഷേ ഈ വാക്യം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിരുന്നില്ല. അന്ന് ആ വാക്യം ആത്മാവിൻ്റെ ശക്തിയോടെ ദൈവദാസൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തെ കീറിമുറിച്ചു. ഏറ്റെടുക്കാൻ ഒരാളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങോട്ട് കൊടുക്കാം, യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കാം. ഏറ്റെടുക്കാൻ യേശുവുണ്ട്. കുരിശിൻ ചുവലേന്തി പോയവൻ, ദൈവത്തിന് സ്തോത്രം, എൻ്റെ ഭാരച്ചുമടവൻ ചുമക്കുന്നു എന്ന് മനസ്സിലായി. എൻ്റെ ഭാരച്ചുമട് ചുമന്നാണ് കുരിശ് വേറിയതെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ആകുലങ്ങളെല്ലാം അവൻ ഏറ്റെടുത്തു, ആവലാദികളെല്ലാം അവൻ ഏറ്റെടുത്തു. എൻ്റെ ഹൃദയത്തിൻ്റെ നീറ്റലുകളെല്ലാം അവൻ ഏറ്റെടുത്തു. എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളെല്ലാം അവൻ ഏറ്റെടുത്തു. ദൈവത്തിന് സ്തോത്രം. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങി വരുന്ന എൻ്റെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് കുളിർജലം പകർന്നു. കുളിർമയുള്ള ജലം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കുളിർമയുള്ള ജലം നീറിപ്പോകുന്ന ഹൃദയത്തിലേക്ക് ഈ കുളിർ ജലം പകർന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹൃദയം തണുത്തു, ഉള്ളം തണുത്തു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളം തണുക്കണമോ? ആകുലങ്ങളെ യേശു ഏറ്റെടുക്കും, ആവലാദികളെ യേശു ഏറ്റെടുക്കും, നിങ്ങളുടെ പണത്തിൻ്റെ ഞെരുക്കങ്ങളെ യേശു ഏറ്റെടുക്കും, കടത്തിൻ്റെ ബാധ്യതകളെ യേശു ഏറ്റെടുക്കും. നിങ്ങളെ വെറുതെ ആശ്വസിപ്പിക്കാൻ പറയുകയല്ല, സത്യമാണ് ഈ പറയുന്നത്.
ഇന്ന് നിങ്ങൾ കടം വാങ്ങാൻ നീട്ടിയ കൈകൾ, ദൈവത്തിന് സ്തോത്രം, നാളെ ഒരു ദിവസം മറ്റ് ആവശ്യക്കാർക്ക് നിങ്ങൾ ദാനമായി കൊടുക്കുന്ന കൈകളായി മാറും. ദൈവത്തിന് സ്തോത്രം. അനേകരുടെ വേദന തീർക്കാനായിട്ട് കൊടുക്കുന്ന കൈകളായി മാറും. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ അതിശയങ്ങളുടെ ദൈവമാണ്. കർത്താവായ യേശു ക്രിസ്തു തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാണ്. പൗലോസ് ശ്ലീഹ പറയും, ഫിലിപ്പിയ ലേഖനത്തിൻ്റെ അവസാന അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയും, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അയ്യോ, കാണാതെ പിടിക്കണ്ടേ? എന്താ പറയുന്നത്? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. പൂർണ്ണമായി തീർത്തു തരും. എല്ലാ ബുദ്ധിമുട്ടും തീർത്തു തരും. പഠിക്കാൻ കഴിയില്ലേ? യേശുവിനോട് പറയുക. ഏതെങ്കിലും സബ്ജക്റ്റ് വീക്കായി പോകുന്നുണ്ടോ? നിങ്ങൾ പഠിക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? അത് യേശുവിനോട് പറയുക. കെമിസ്ട്രി വീക്കാണോ അല്ല മാത്മാറ്റിക്സ് വീക്കാണോ? യേശുവിനോട് പറയുക. ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണോ? യേശുവിനോട് പറയുക. ഹിന്ദി പഠിക്കാൻ പ്രയാസമാണോ? യേശുവിനോട് പറയുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഫിസിക്സ് വളരെ ബുദ്ധിമുട്ടാണോ? യേശുവിനോട് പറയുക. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിങ്ങൾ വലയുന്ന വിഷയങ്ങളെല്ലാം യേശുവിനോട് പറയുക. ആകുല ചിന്തകളെല്ലാം യേശുവിനെ ഏൽപ്പിക്കുക. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 2-ാം ഖണ്ഡികയിൽ പറയും, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യനും അറിയട്ടെ. കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. എത്ര ആശ്വാസകരമായ വാക്യമാണ്! സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആകുലങ്ങളെല്ലാം യേശുവിലേക്ക് ഏൽപ്പിക്കുക. ഉപജീവന ചിന്തകളാൽ ഭാരപ്പെടരുത്. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളും. കെണിയായി വരും. കർത്താവായ യേശുവിൻ്റെ 2-ാമത്തെ വരവിൽ അന്ന് നമുക്ക് കെണിയായി വരരുത്. കർത്താവായ യേശുവിൻ്റെ 2-ാമത്തെ വരവിൽ നാം ഉപേക്ഷിക്കപ്പെട്ടു പോകരുത്. നാം തള്ളപ്പെട്ടു പോകരുത്. ഇന്നലെ സമയത്ത് യേശു ക്രിസ്തു വീണ്ടും വരും. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളുമെന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പോയത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനം പണിയാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് ഭവനം പണിതാൽ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം. കർത്താവ് വീണ്ടും വരുമെന്നാണ് പറഞ്ഞത്. വീണ്ടും വരുമെന്ന് അപ്പോസ്തലൻ പറഞ്ഞു, പൗലോസ് ശ്ലീഹ പറഞ്ഞു, അവൻ വീണ്ടും വരും. കർത്താവ് തന്നെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, കർത്താവ് വരുമെന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞു. പത്രോസ് ശ്ലീഹ പറഞ്ഞു, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമി അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. യേശു വീണ്ടും വരുന്ന അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു, യേശു വീണ്ടും വരുന്നു എന്ന് ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നുവെന്ന് യാക്കോബ് ശ്ലീഹ മുൻകൂട്ടി പറഞ്ഞു 5:9. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖന കർത്താവ് വീണ്ടും വരുന്നതിനെക്കുറിച്ച്, ശ്രേഷ്ഠ ഇടയനായി പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ പറഞ്ഞു. നല്ല ഇടയൻ, വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ. നല്ല ഇടയനായി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, പ്രവാചകനായി മരിച്ചു. വലിയ ഇടയനായി കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നു, പുരോഹിതനായി ജീവിക്കുന്നു. ശ്രേഷ്ഠ ഇടയനായി കർത്താവ് വീണ്ടും വരും. കർത്താവായ യേശു വീണ്ടും വരും. അവിടുന്ന് രാജാവായി വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. വളരെ കൃത്യമായി അപ്പോസ്തലന്മാർ പറഞ്ഞു. യൂദാസ് ശ്ലീഹ പറഞ്ഞു, അവനിതാ 1000 ദൂതന്മാരോടുകൂടെ അവൻ എഴുന്നള്ളി വരുന്നു എന്ന് യൂദാസ് ശ്ലീഹ മുൻകൂട്ടി പറഞ്ഞു. കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന സമയത്ത് മാലാഖമാർ അങ്ങ് മധ്യാകാശത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. സ്വർഗത്തിലേക്ക് പോകുന്നതിനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു ക്രിസ്തു ജനിക്കുന്നതിന് 600ഓളം വർഷം മുൻപ് സഖരിയ പ്രവാചകൻ്റെ 14-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞത്. അവൻ്റെ കാലം ഒലിവുമലയിൽ നിൽക്കും, ഒലിവുമല 2ആയി പിളർന്നു പോകും. എവിടെ നിന്ന് യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തുവോ അവിടെ തന്നെ യേശു ക്രിസ്തു വീണ്ടും വന്ന് കാൽ ചവിട്ടും. സ്തോത്രം. ഇതെല്ലാം വ്യക്തമായി വചനമാണ് ഈ പറയുന്നത്. വേദപുസ്തകം വ്യക്തമായി പറയുന്നു. ആ ദിവസം കള്ളനെ പോലെ വരും. നാം നനയ്ക്കാത്ത സമയത്ത് വരും, പ്രതീക്ഷിക്കാത്ത സമയത്ത് വരും, അവിചാരിതമായി വരും. ഉറങ്ങിക്കിടക്കുമ്പോഴാകാം,
ജോലി ചെയ്യുമ്പോഴാകാം, യാത്ര ചെയ്യുമ്പോഴാകാം, നമുക്ക് അറിഞ്ഞുകൂടാ. യേശു ക്രിസ്തു വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു വീണ്ടും വരുമ്പോൾ അന്ന് നമുക്ക് കെണിയായി തീരരുത്. നിങ്ങളുടെ ഹൃദയം മദ്യഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സഭ നൂറ്റാണ്ടുകളായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കിപ്പാർക്കുന്നു. സഭ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും ഗൗരവമേറിയ സമയത്ത് തിരുശരീര രക്തങ്ങൾ വാഴ്ത്തി കഴിയുമ്പോൾ സഭ താഴെ നിന്നുകൊണ്ട് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. ക്രിസ്തു രണ്ടാമത് വരുമെന്ന് സഭ വിശ്വസിക്കുന്നു, വിശ്വാസികൾ വിശ്വസിക്കുന്നു. ദൈവവൈദ്യത്തിൻ്റെ അവസ്ഥ എന്ത്? ഇന്ന് യേശു വന്നാൽ നീ കണ്ണിയിലായി പോകുമോ? നീ ഉപേക്ഷിക്കപ്പെടുമോ അതോ സ്വീകരിക്കപ്പെടുമോ? കർത്താവ് പറഞ്ഞു, ആ ദിവസം കള്ളനെ പോലെ വരും. അന്ന് 2 പേർ വയലിലായിരിക്കും, ഒരുത്തിനെ സ്വീകരിക്കും, മറ്റൊരു ഉപേക്ഷിക്കും. ഒരേ വയലിൽ, ഒരേ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നു, ഒരേ വയലിൽ വേല ചെയ്യുന്നു, ഒരേ പന്തലിൽ പ്രസംഗിക്കുന്നു, ഒരേ സഭാ ഹാളിൽ പ്രസംഗിക്കുന്നു, ഒരേ വയലിൽ വേല ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. 2 പേർ വയലിലായിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റൊരു ഉപേക്ഷിക്കും. 2 പേർ തിരികെ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ സ്വീകരിക്കും, മറ്റുള്ള ഉപേക്ഷിക്കും. 2 പേർ കിടക്കയിലായിരിക്കും, ഒരുത്തിനെ സ്വീകരിക്കും, മറ്റൊരു ഉപേക്ഷിക്കും. 2 തിരിയും. അതുവരെ ഒന്നിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. കളയും നെല്ല് ഒരുമിച്ച് വളരുന്നത് പോലെ കൊയ്ത്തോളം വളരട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 13 അധ്യായം വായിക്കുമ്പോൾ കാണാം, കളയും നെല്ലും ഒന്നിച്ച് വളരുന്നു, കൊയ്ത്തോളം വളരട്ടെ. അപ്പോഴാണ് കളയേത് നെല്ലേതെന്ന് തിരിയുന്നത്. കളയെല്ലാം കെട്ടുകെട്ടായി എല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കൂട്ടി വയ്ക്കപ്പെടുന്നതിൻ്റെ കൂടെ ആകുമോ അതോ എല്ലാം കെട്ടുകെട്ടായി കത്തിച്ച് കളയുന്നതിൻ്റെ കൂടെയാകുമോ? ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. മലാഖി 4:1. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താഴ്ടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പ് ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയും. ദൈവത്തിന് സ്തോത്രം. വരാൻ പോകുന്ന കാര്യങ്ങൾ അത് ഇന്ന പോലെ ഒരു ദിവസം സംഭവിക്കും. കർത്താവിനെ ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യങ്ങൾ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. 1000 കൊല്ലം ഒരു ദിവസം പോലെ മാത്രം, ഒരു ദിവസം 1000 കൊല്ലം പോലെയും. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്ന എന്നീ കാര്യങ്ങൾ മറക്കരുത്. അപ്പോസ്തലനായ പത്രോസ് 2-ാമത്തെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10 വാക്യങ്ങൾ പറയും, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്ന എന്നീ കാര്യങ്ങൾ മറക്കരുത്. കർത്താവിൻ്റെ ദിവസം കളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമി അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയോ? കെണിയായി പോകുമോ? കർത്താവിൻ്റെ വരവ് കെണിയായി പോകുമോ? യേശുക്രിസ്തു വരുമ്പോൾ വിശുദ്ധന്മാരെ ചേർക്കുമ്പോൾ, നാനാദേശങ്ങളിൽ നിന്ന് ദിഗന്ധങ്ങളിൽ നിന്ന് വിശുദ്ധന്മാർ ഒത്തുകൂടുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, വിവിധ സഭാ സമുദായ വിഭാഗങ്ങളിലുള്ള വിശുദ്ധന്മാർ ഒത്തുകൂടുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, അവിടെ ഓർത്തഡോക്സുകാരനെന്നോ, അവിടെ യാക്കോബക്കാരനെന്നോ, അവിടെ പെന്തിക്കോസ്തുകാരനെന്നോ, അവിടെ കത്തോലിക്കനെന്നോ, അവിടെ മർത്തോമക്കാരനെന്നോ, അവിടെ CSIക്കാരനെന്നോ, അവിടെ ജ്ഞാനായക്കാരനെന്നോ, ഇവാഞ്ചലിക്കൽക്കാരനെന്നോ ഭേദമില്ല. വിശുദ്ധന്മാർ ഒത്തുകൂടുന്ന ആ മഹാസമ്മേളനത്തിൽ സ്നേഹിതരെ നിങ്ങളുണ്ടാകുമോ? യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ നിങ്ങളുണ്ടാകുമോ? സഭയൊന്നും നിങ്ങൾ മാറണ്ട, സമുദായം നിങ്ങൾ മാറണ്ട, അതെല്ലാം മനുഷ്യനുണ്ടാക്കിയതല്ലേ. എന്നാൽ മനുഷ്യ സ്നേഹിത, നീ ഇന്നത് കേൾക്കുമ്പോൾ കർത്താവേ, യേശുവിൻ 2-ാമത്തെ വരവിൽ പറന്നുയരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ ഞാനും ചേരണമേ, എന്നെയും ചേർക്കണമേ, എന്നെ ഇന്നൊരു വിശുദ്ധനാക്കി തീർക്കണമേ. വിശുദ്ധനാകാൻ നീ എനിക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദിവസം, ഈ നല്ല കാലം എനിക്ക് പ്രയോജനപ്പെടുത്തി തരണമേ. പിശാച് എന്നെ റാഞ്ചിക്കൊണ്ട് പോകാതെ എനിക്ക് കെണി വരാതിരിപ്പാൻ നാഥാ ഇന്ന് എന്നെ സൂക്ഷിക്കണമേ. സാത്താൻ്റെ കെണിയിൽ നിന്ന് വിടുവിക്കണമേ. നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കണമേ. വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും എന്നെ വിടുവിച്ച് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുവാനും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുവാനും എനിക്ക് ഭാഗ്യം തരണമേ. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഉടയവനെ, ഞാൻ എൻ്റെ ജീവിതം നിൻ്റെ പൊന്നു കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ ആണിപ്പാടുള്ള കരം ഇപ്പോൾ എൻ്റെ തലമേലൊന്ന് വെക്കണമേ. എന്നെ തൊടണമേ. ആ തൃക്കരത്തിൽ തിരുരക്തം എൻ്റെ മേൽ പകർന്ന് എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. പാപമോചനത്തിൻ്റെ സൗഖ്യം എനിക്ക് തരണമേ. നാഥാ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, നിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണ യാഗമായി ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം, തിരുവചനങ്ങൾക്കായി സ്തോത്രം.
ഞങ്ങളുടെ ജീവിതത്തിൽ കെണിപറ്റാതിരിക്കാൻ ഞങ്ങളെ ഉപദേശിച്ചതായി സ്തോത്രം. അവിടുത്തെ കൃപ ഞങ്ങളെ പൊതിയണമേ കർത്താവേ. തിരുരക്തത്താൽ ഞങ്ങളെ മുദ്രയിടണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.